ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അവരുടെ എല്ലാ ഇമോഷൻസും ഫീലിങ്സും ഹിഡൻ വയ്ക്കാനുള്ള എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇവരുടെ കൂടെ എന്തോ സംഭവിച്ചു, അത് കാരണം ഇവർ വളരെ റിസർവ് ടൈപ്പിൽ ഇരിക്കുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തി ശാന്തമായിട്ടിരിക്കുമ്പോൾ അവർ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയും. പക്ഷെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർ അവരുടെ തന്നെ റിസർവായിട്ടിരിക്കാൻ ശ്രമിക്കും. കാരണം അവർക്ക് ആരോടൊന്നും സംസാരിക്കാൻ തോന്നത്തില്ല. ആ സമയം ഒരു വ്യക്തി വളരെ ഹാപ്പി ആകുമ്പോൾ അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു വ്യക്തി ഇമോഷണൽ ആകുമ്പോൾ അവരുടെ ഇമോഷൻസ് എല്ലാം അവർ ഹൈഡ് ചെയ്ത് വയ്ക്കും, കൺട്രോൾ ചെയ്യും. അപ്പോൾ അതായത് അവർ എപ്പോഴും ചിന്തിക്കുന്നത് ഇതാണ്, അതായത് എൻ്റെ സിറ്റുവേഷൻ ഇത്ര മോശമാണെന്ന് മറ്റുള്ളവർ അറിയാൻ പാടില്ല. അതിനുവേണ്ടി അവരുടെ എല്ലാ വിഷമങ്ങളും അവർ ഹൈഡാക്കി വെക്കുന്നു. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ എന്തോ ഒരു സിറ്റുവേഷനെ പേടിക്കുന്നു, അതുകൊണ്ടായിരിക്കാം ഇവരെല്ലാം ഹൈഡാക്കി വെക്കുന്നത്. എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇവിടെ ഇമോഷൻസിനെ ഹൈഡാക്കി വെക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാരുടെ പേഴ്സൺ ഒരു സൈലൻറ്റ് സോണിലായിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സണ് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ പേഴ്സൺ എന്തോ ഒരു സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവർ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാതെ ഇവർക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ചില ആൾക്കാരുടെ പേഴ്സൺ ഉള്ളത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്തോ ഒരു ഡ്രാമ ക്രിയേറ്റ് ആവുകയോ എന്തെങ്കിലും ഒരു സഫറിങ് സിറ്റുവേഷനിൽ കൂടെ ഇവർ കടന്നു പോകേണ്ടി വരികയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ മെൻ്റലായിട്ടുള്ള ഒരു വിഷമം ഇവർ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഇങ്ങനെ എന്തോ സംഭവിച്ചത് കാരണം ഇവരുടെ ലൈഫിലൊരു വലിയ ചേഞ്ച് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് ഇവർക്ക് കുറച്ചും കൂടെ സമയം എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ കുറച്ചും കൂടെ സമയം ഇവർ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എനർജി വന്നിരിക്കുന്നത് ഇവർക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് എന്നാണ്. അതായത് ഇവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് ഇവർക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫാമിലി നിങ്ങൾ തമ്മിലുള്ള വിഷയം മനസ്സിലാക്കി, അത് കാരണം നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ഉണ്ടായി എന്നൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോട് പറഞ്ഞു കാണും, ഇല്ല എങ്കിൽ അവർ അവരുടെ ഫാമിലിയിൽ പറഞ്ഞു കാണും, ഇല്ല എങ്കിൽ മറ്റാരെങ്കിലും മുഖേന ഫാമിലിയിലുള്ളവർ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അറിഞ്ഞു കാണും. എന്തായാലും ഫാമിലി ഇവിടെ വലിയൊരു പ്ലേ നിങ്ങൾക്കിടയിൽ കളിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ്. അത് കാരണമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സൈലൻറ്റ് സോണിൽ എത്തിയിരിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് അവർ എതിരായി നിൽക്കുന്നത് കാരണം ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. അതുകൊണ്ടാണ് ഇവരുടെ ഫീലിങ്സിൽ വളരെയധികം സ്ട്രെസ്സിലാണ് ഇവർ ഉള്ളത് എന്ന് കാണാൻ സാധിക്കുന്നത്. ഇവർ ട്രാപ്ഡ് സിറ്റുവേഷൻ അനുഭവിക്കുന്നു, ഫാമിലിയെ പേടിക്കുന്നുമുണ്ട്. ഇവിടെ ഫാമിലി ഇവരെ പിടിച്ചു വയ്ക്കുവാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റുന്നില്ല, നിങ്ങളോട് സംസാരിക്കുവാൻ സാധിക്കുന്നില്ല. ഫാമിലി കൂടുതലായിട്ടും ഇവരുടെ മേൽ ഭയങ്കരമായിട്ട് അധികാരം ചെലുത്തുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയണമെന്നുണ്ട്, പക്ഷേ ഇവർക്ക് നിങ്ങളോട് പറയുവാൻ സാധിക്കുന്നില്ല. ഇവിടെ ഇവരുടെ ഫാമിലി ഇവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുമായിട്ടുള്ള ആ ഒരു പ്രപ്പോസൽ ഇവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന്. അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്, മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് നിങ്ങളെ. ഇവിടെ എന്തായാലും ലവ് മാരേജ് ആയാലും അറേഞ്ച് മാരേജ് ആയാലും ഇവിടെ ഫാമിലി ഒരിക്കലും സമ്മതിക്കാത്ത രീതിയിൽ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഏതോ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒന്നാവാതിരിക്കുവാൻ വേണ്ടി, നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവാതിരിക്കുവാൻ വേണ്ടി. അത് കാരണമാണ് ഇവർ എന്തെങ്കിലും പ്രോബ്ലംസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനർജി എന്തായാലും വളരെ ഹെവി ആയിട്ടാണ് ഫീൽ ആകുന്നത്. 2 ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജി ആയിരുന്നു, പക്ഷെ വീണ്ടും ഇപ്പോൾ ഹെവി എനർജിയിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി.
ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് റീസെൻ്റ്ലി ബ്ലോക്ക് സിറ്റുവേഷൻ ആയിട്ടുണ്ടെങ്കിലോ അല്ല എങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ടുണ്ടെങ്കിലോ ഇവിടെ അൺബ്ലോക്ക് ആവാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ മൂഡ് ഇപ്പോൾ നല്ലതായിട്ടല്ല ഉള്ളത്. അതുകൊണ്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവരും കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇവർ കൂടുതലായിട്ടും ഒറ്റയ്ക്കിരിക്കുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, ആരോടും സംസാരിക്കാതെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ. ആദ്യം നമുക്ക് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് നെക്സ്റ്റ് ആക്ഷൻ, അവരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു മജീഷ്യൻ്റെ എനർജിയിലാണുള്ളത്. എല്ലാം അറിഞ്ഞിട്ടും വളരെയധികം എന്താ പറയുക, ശ്രദ്ധാലുവായിട്ടിരിക്കുകയാണ്. ഇവിടെ ഇവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവർ ഇവരുടെ ലൈഫിൽ വളരെയധികം സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് എന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇവർ നിങ്ങളെ സാക്രിഫൈസ് ചെയ്യുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങളെ സാക്രിഫൈസ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. ചിലപ്പോൾ ഫാമിലി കാരണമായിരിക്കാം, ഇല്ല എങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ കാരണമായിരിക്കാം. ഇവർ നിങ്ങളിൽ നിന്ന് ദൂരെ ആയിട്ട് പോലും നിങ്ങളിൽ നിന്ന് ദൂരെ ആക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. എപ്പോഴും നിങ്ങളുടെ ചിന്തകളാണ് ഇവർക്കുള്ളത്. എപ്പോഴും നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് ഇവർ. ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണമെന്ന്, പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. കുറച്ച് ദിവസവും കൂടി ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വരികയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഭാഗ്യശാലിയായിട്ട് കാണേണ്ടതാണ്. കാരണം ഈ ഒരു എനർജിയിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിച്ചോല്ലോ. ഇവിടെ വരാൻ പോകുന്ന 30 hours ഈ ഒരു എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്ക് എന്തെങ്കിലും വാർണിംഗ് ഉണ്ടോ എന്ന് നോക്കാം. അവരുടെ പേഴ്സണിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആൾക്കാർ, ഈ ഒരു ലോകം, മറ്റുള്ളവർ എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങളിൽ നിന്ന് ഇമോഷണലി വിഡ്രോ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റിലുള്ളവരാണ് എങ്കിൽ കുറച്ചൊന്ന് അവെയർ ആയിട്ടിരിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ നിന്ന് ഇവർ ഇമോഷണലി വിഡ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് ഈ ഒരു കാര്യം, അതായത് ബ്ലോക്ക് ആയാലും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായാലും അവർക്കൊരു കുഴപ്പവുമില്ല. കാരണം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവർ. പക്ഷേ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർ പെട്ടെന്ന് സെപ്പറേഷൻ ആകുമ്പോൾ അവർക്ക് അത് സഹിക്കാൻ പോലും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അവെയർ ആയിട്ടിരിക്കുവാൻ നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ കോണ്ടാക്റ്റിലുള്ളവരുടെ പേഴ്സൺ വളരെ ട്രാപ്ഡ് സിറ്റുവേഷനിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ മേൽ എന്തോ ഫാമിലിയുടെ ഒരു എന്താ പറയുക, ഒരു അധികാരം ഇവരുടെ മേൽ ചെലുത്തുന്നതായിട്ട്. അത് കാരണം ഇവർക്കൊന്നും നിങ്ങളോട് പറയാൻ പറ്റാത്ത അവസ്ഥ. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോടെല്ലാം തുറന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ പേഴ്സൺ ഹൈഡ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കാരണം വരാൻ പോകുന്ന സമയം ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ, അതായത് കോണ്ടാക്റ്റിലുള്ളവരുടെ. അപ്പോൾ നിങ്ങളൊന്ന് അവെയറായിട്ടിരിക്കുക. നിങ്ങൾക്ക് നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 3 ആണ്. അതായത് മിനിമം 13 hours, മാക്സിമം 3 daysനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യത്തിനും അവരോട് വഴക്കിടാൻ പോകരുത്, അവെയറായിട്ടിരിക്കേണ്ടതാണ്. കാരണം ബ്രേക്കപ്പ് ആയാൽ പിന്നെ വീണ്ടും ഒന്നാവാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്കായിട്ടുള്ള. ഫസ്റ്റ് മെസ്സേജ്, അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്, പിന്നെ നിങ്ങൾക്ക് ഗിൽറ്റ് തോന്നുന്ന രീതിയിലുള്ള ഒരു കാര്യവും ചെയ്യരുതെന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. കൂടാതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ സോളിനെ നിങ്ങൾ ഒരിക്കലും വിഷമിപ്പിക്കരുത്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ റിലീസാക്കുക. എന്തെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ പേടിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു പേടിയെ നിങ്ങൾ കൂട്ടരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ആ പേടിയെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തിനാണോ പേടിക്കുന്നത് ആ ഒരു പേടി മാറ്റുവാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതാണ്. വരാൻ പോകുന്ന സമയം ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ വരുന്ന മാറ്റം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്, അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ആ ഒരു ചേഞ്ച്. എന്താണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ഇമാജിൻ ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. കൂടാതെ എന്തെങ്കിലും മോശം സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ അതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും ബ്ലെയിം ചെയ്യാൻ പാടില്ല. എപ്പോഴും നിങ്ങൾ അക്സെപ്റ്റൻസ് ആ മോഡിലിരിക്കേണ്ടതാണ്, സ്വീകരിക്കേണ്ട മോഡിലിരിക്കേണ്ടതാണ്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.